ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടിലെ ഗപ്പിക്കുളം വൃത്തിയാക്കാൻ പോവുകയാണ്. ഇതെനിക്ക് ഏട്ടൻ തന്നെ കെട്ടിത്തന്ന ഗപ്പിക്കുളമാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ മിക്സ്ഡ് ഗപ്പീസിനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് ഇപ്പം 3-4 മാസമായി. പക്ഷേ ഇത് ഇപ്പം വൃത്തിയാക്കാനുള്ള കാരണം കുഞ്ഞിതിൻ്റെ അകത്ത് കുറേ മണ്ണും അഴുക്കും പിന്നെ സ്പൂണും ഒക്കെ കൊണ്ടിട്ട് പിന്നെ മീനിൻ്റെ വേസ്റ്റും എല്ലാം കൂടിയായി മൊത്തത്തിൽ അകത്ത് കറുത്ത് കിടക്കുകയാണ്, അഴുക്കെല്ലാം കൂടി. അപ്പം നമുക്കത് വൃത്തിയാക്കി തരാമെന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തിലെ മീനെയൊക്കെ കോരി വേറെ ബക്കറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഒത്തിരി കുഞ്ഞുമീൻ ഉണ്ടായതുകൊണ്ട് കുറേ സമയമെടുക്കും ഇതിനെല്ലാം കോരി മാറ്റി വരുമ്പോഴത്തേന്. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞുമീനുകളെല്ലാം വേറെ ബക്കറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കുഞ്ഞു കുറേ സ്പൂണും മണ്ണും എല്ലാം വാരിയിട്ട് കല്ലും എല്ലാം വാരിയിട്ട് അഴുക്കായിട്ട് ഇങ്ങനെ കിടക്കും. കുറച്ച് നാളായി മാറിയിട്ട് വെള്ളം മാറിക്കൊണ്ടിരിക്കും. വെള്ളം മാറാൻ കൊണ്ട് കുറേ ഒക്കെ പിടിച്ചിട്ട് അതിന് ഇനിയും ഉണ്ട് പിടിച്ച് ഇവന്മാരെ കിട്ടുന്നില്ല. ഇവരെ അടിയിൽ കിടന്ന് ഭയങ്കര ചാട്ടം. ഞങ്ങളോട്ട് ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഇവന്മാർ കയറി വരും. ഞങ്ങളെ പിടിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടവനെ കിട്ടി. പിന്നീട് പ്രസവിച്ചോളം തോന്നി പൊടി മീൻ ബക്കറ്റിൻ്റെ അകത്താക്കി വെച്ചപ്പോൾ കുറച്ച് മീൻ എന്താണ്ട് നമ്മളിത് കോരിക്കൊണ്ടിരിക്കുക. ഒരുപാടുണ്ട് ഉള്ളിലോട്ട്. കുഞ്ഞു മീനായതുകൊണ്ട് പിടിക്കാൻ വലിയ പാടാണ്. ചെറുത് മാത്രമല്ല, വലിയവന്മാർ ആരും മേളിലോട്ട് വരുന്നില്ല. എല്ലാം താഴെ കിടന്നുള്ള കളിയാണ്. ഒരുത്തനം കിട്ടത്തില്ല. മൊത്തത്തിൽ പിടിച്ച് വരുമ്പോൾ കുറേ സമയം എടുക്കും ഇതെല്ലാം കൂടി പിടിച്ച് റെഡിയാക്കി എടുക്കാൻ. കുഞ്ഞുറങ്ങി തെളിയുന്നതിന് മുന്നേ വേണം. കുഞ്ഞുറങ്ങി തെളിയുന്നതിന് മുന്നേ വേണം. ഇപ്പോൾ ഓണെന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് അവളുടെ പുറകിന് ഓടേണ്ടി വരും. പറഞ്ഞതേ ഉള്ളൂ, ഇറങ്ങി വരുന്നുണ്ട്. ഓ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ നിങ്ങൾ എന്തുവാടോ പണി? പിടിച്ചോ. ഉറക്കം തെളിഞ്ഞതാ വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. നമ്മുടെ നിളമോളും കൂടി മീൻ പിടിക്കാൻ കൂടിയിട്ടുണ്ട്. അപ്പം മോള് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. കിട്ടുന്നൊന്നുമില്ല, പക്ഷേ ആളും പിടിക്കാൻ നോക്കുക. നിളമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗപ്പി. എപ്പോഴും ഗപ്പിയുടെ അടുത്ത് അവിടെ ഇരുന്ന് കളിക്കുകയും അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഇരുന്ന് ആ മണ്ണ് വാരിയിടുന്നത്. ഓൾമോസ്റ്റ് നമ്മളിപ്പം മീനെയൊക്കെ പിടിച്ച് മാറ്റി. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. വെള്ളം നമുക്കിനി കോരിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഏട്ടൻ്റെ ഒരു പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ആ അഴുക്കെല്ലാം ഒരു സൈഡിലോട്ട് നീക്കി കോരിക്കളയണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ മൊത്തത്തിൽ വൃത്തിയാക്കി തീരുന്നതിന് മുന്നേ മഴ നമ്മളെ ചതിച്ച് കളഞ്ഞ്. അപ്പം മഴ പെയ്ത് അപ്പം നമുക്കിനി അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സൈഡിൽ നിന്നിട്ടാണ് ഏട്ടൻ ബാക്കിയെല്ലാം വൃത്തിയാക്കിയത്. പിന്നീട് ബാക്കി വൃത്തിയാക്കാൻ എന്തുവായാലും ഞാനും നിളമോളും കൂടി ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ നിളയും വന്നിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കാൻ. അവൾ വൃത്തിയാക്കാൻ വന്നതല്ല, അവൾ കളിക്കാൻ വന്നതാണ്. മഴയത്ത് കിടന്ന് നല്ല രീതിയിൽ കളിയായിരുന്നു, നനഞ്ഞ്. പിന്നെ തൊപ്പി വെച്ചേക്കുന്നതുകൊണ്ട് വിഷയമില്ലായിരുന്നു. പിന്നെ നമ്മൾ ടാങ്കിൻ്റെ അകം എല്ലാം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ചിട്ട് വേണം നമുക്കിനി ഗപ്പി ഇട്ട് കൊടുക്കാൻ. നമുക്കിനി പെട്ടെന്ന് ജോലി ഒതുക്കണം. കൊണ്ടൊഴിക്കും. ഓസ് എത്തത്തില്ല, അല്ലാതെ കൊണ്ടൊഴിക്കും. അവസാനം നമ്മൾ ബക്കറ്റിൽ തന്നെ വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് ഒഴിക്കേണ്ടി വന്നു. ഓസ് ഇങ്ങ് വരെ എത്തത്തില്ലായിരുന്നു. അപ്പം നമ്മൾ വെള്ളമെല്ലാം നിറച്ച് ഗപ്പിയെല്ലാം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ഉണങ്ങിയ വാഴയില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഗപ്പിയൊക്കെ ചാകാതിരിക്കാനാണ് ഈ ഉണങ്ങിയ വാഴയില ഇടുന്നത്. നേരത്തെ ഞങ്ങൾ ഇതുപോലെ ഉണങ്ങിയ വാഴയില ഇട്ട് കൊടുക്കുമ്പം ഗപ്പികളൊക്കെ ചാകാതെ കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ അതിനുവേണ്ടി കുറച്ച് ഉണങ്ങിയ വാഴയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പഴയതുപോലെ തന്നെ അടച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മീനുകളെല്ലാം ഇനി സന്തോഷത്തോടെ ഇതിൻ്റെ അകത്ത് തന്നെ കഴിയും. അവർക്കൊരു കുഴപ്പവും വരുത്തില്ല. അപ്പം നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മുടെ ടാങ്ക് വൃത്തിയാക്കുന്നത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഗപ്പികളെല്ലാം നല്ല ഹാപ്പിയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്.